ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കാണാം. രാവിലെ എൻ്റെ തന്നെ പതിവ് പോലെ ഇന്നും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ കിച്ചണിൽ കയറി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പണികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. അപ്പോൾ ഇന്ന് അപ്പവും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കുറുമയായിരുന്നു കേട്ടോ കറി. അങ്ങനെ ചായയൊക്കെ എടുത്തുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് അവൻ ഡ്യൂട്ടിക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉച്ചക്കത്തേക്കുള്ള പണികളും കൂടെ അങ്ങ് തീർത്ത് വെച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് കഴിച്ചു വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇന്ന് എന്താ ലഞ്ചിനൊക്കെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ആലോചിച്ച് എൻ്റെ സമയം കുറേ പോകലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ക്ലീനിങ്ങിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതായിരുന്നു ഒന്ന് തീരുമാനമാക്കി വെച്ചത്. ക്യാരറ്റ് ഇരിക്കുന്ന കണ്ടോണ്ടേ തെറ്റിദ്ധരിക്കണ്ട, വഴിയേ പറയാം. അങ്ങനെ നല്ല ഫാസ്റ്റായിട്ട് നമ്മുടെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടാളും കൂടെ കിച്ചണിൽ കയറി പറയണ്ട. അങ്ങനെ കയ്യോടെ ഫുൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി നന്നാക്കി അങ്ങ് വെച്ചു. അപ്പോൾ പിന്നെ നമ്മൾ ലഞ്ചിനുള്ള ബാക്കി പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉഷാറായിരിക്കുമല്ലോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ എടുത്ത് വെച്ച് ഇതൊക്കെ തോരനാക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും അതൊന്നും നടന്നില്ല കേട്ടോ. പിന്നെ ഒഴിച്ചേറി ഉണ്ടാക്കണം, ഫ്രൈ എന്തെങ്കിലും ആക്കണം, എല്ലാം കൂടെ ഭയങ്കര ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് വേറൊരു ഐറ്റം പിടിക്കാമെന്ന്. അതുകൊണ്ട് വേറെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡ്രസ്സസൊക്കെ ഇതുപോലെ വാഷ് ചെയ്യാനുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ തീർന്നോന്ന് കൂട്ടിയാൽ മതി. കുറേ ഡ്രസ്സ് ഞാൻ പുറത്തൊക്കെ പോയിട്ട് അങ്ങനെ കല്ലിൽ കഴുകുന്നതും ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ആകുമ്പോൾ അങ്ങോട്ട് മടുത്ത പോലെ ഉണ്ട്. പിന്നെ വൈകുന്നേരമൊക്കെ ആയിരിക്കും നമ്മൾ ടെറസിൻ്റെ മണ്ടയിൽ പോയി അത് വിരിച്ചൊക്കെ ഇടുന്നത്. അങ്ങനെ അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒതുക്കി പറക്കി എടുത്ത് വെച്ചു. ഒന്ന് പുറത്തോട്ടൊന്ന് വായും പൊളിച്ച് നോക്കിയിരുന്നപ്പോൾ ഇതേണ്ടോ ഫുള്ള് വെയിൽ, മഴയൊക്കെ ഇവിടെ പോയിന്ന് തന്നെ അറിയില്ല കേട്ടോ. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ അതേ താഴെ കൊറിയറേട്ടം വന്നു പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കൊറിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിയിട്ട് വന്നു. ഇതിൻ്റെയൊക്കെ അൺബോക്സിങ് വീഡിയോ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ആ സമയം കൊണ്ടൊക്കെ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ കൂട്ടുകറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ ഒഴിച്ചുകറി ഒന്നും വേണ്ടാണ്ട് അത് മാത്രം മതിയല്ലോ നമുക്കിങ്ങനെ കഴിക്കാൻ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കൂട്ടുകറിയാണ് ആക്കിയത്. പിന്നെ അതേ ബീഫ് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുത്തുണ്ട്. പിന്നെ ചമ്മന്തിയും അച്ചാറും കൂടെ ഉണ്ട്. ഇത് തന്നെ ധാരാളമല്ലേ. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ലഞ്ച് അങ്ങനെ ഉഷാറായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ നമ്മുടെ വാഷിംഗ് മെഷീനിലിട്ടേക്കണം തുണിയൊക്കെ എന്തായി എന്നെല്ലാം നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കുറച്ചധികം ഉണ്ടായിരുന്നു ഗൈസ്, കല്ലിലും അലക്കാനും എല്ലാം കൂടെ ആയിട്ട്. അങ്ങനെ അതെല്ലാം ഞാൻ എടുത്തിട്ട് നേരെ നമുക്കിനി ടെറസിൻ്റെ മണ്ടയിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചോറൊക്കെ കൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് കേട്ടോ ടെറസിൻ്റെ മണ്ടയിൽ പോകുന്നത്. അപ്പം തന്നെ സമയം കുറേയൊക്കെ ഒരു ഈവനിങ് ടൈമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തുണികളെല്ലാം തന്നെ വിരിച്ചിട്ടു. ഷർട്ടൊക്കെ പശമുക്കിയൊക്കെ വിരിച്ചിട്ടു. അപ്പോഴും വെയിൽ തന്നെയാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഒരു മഴയൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ ഇല്ലാട്ടാ. എന്നാലും ചെറുതായിട്ടൊക്കെ മോടി കെട്ടി നിൽക്കുന്നുണ്ട്. മഴ പെയ്യുമായിരിക്കും. എന്തായാലും ഈ ഒരു ക്ലൈമറ്റൊക്കെ നല്ല രസമുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തെ ഫുൾ ക്ലൈമറ്റും കാര്യങ്ങളും നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ ടെറസിൻ്റെ മണ്ടയിൽ നിന്നുള്ള കാഴ്ചകൾ മുക്കുമൂലയൊക്കെ ഞാനിത് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. എന്തിനാണോ എന്തോ. എന്തായാലും ഒരു ഈവനിങ് ടൈമൊക്കെ ആയിക്കൊണ്ടിരിക്കണമല്ലോ. ഈ സമയത്തൊക്കെ കേട്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നേരം അങ്ങോട്ടും നടക്കൂട്ടോ. അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ച് ഇതുപോലെ അലക്കി വിരിച്ചിടാനൊക്കെ ഉള്ള ദിവസങ്ങളിൽ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കലുണ്ട്. അപ്പം അങ്ങനെ പയ്യെ നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്നുള്ള ശീലമൊന്നും അല്ല കേട്ടാ. അങ്ങനെയൊക്കെ എന്നൊക്കെ ശീലമൊക്കെ ആക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നടപടിയില്ല. ചില സമയങ്ങളിൽ ഞാൻ ഓർക്കാറ് പോലും ഇല്ല വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കാഴ്ചയാണ് ഇതൊക്കെ. രണ്ടിലും പറയിലും ഒക്കെ ഇതുപോലെ മലകളൊക്കെയാണ്. മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാലും വേനൽക്കാലമൊക്കെ ആയി കഴിഞ്ഞാലും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇവിടെ നിന്നൊക്കെ അങ്ങനെ വ്യൂ കാണാൻ. ഇപ്പം പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നിറയെ പച്ചപ്പും ഹരിതാപവും, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് കുറേ തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കി കുറേ സമയം നമ്മളവിടെ വായും വിളിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നടന്നങ്ങോട്ട് ക്ഷീണിച്ചല്ലേ, അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ കൊണ്ടുവന്ന ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നേരെ താഴോട്ട് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ഗെയ്സ്. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നില്ലേ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മളിവിടെ ഇട്ടേക്കണ ഹാങ്ങിങ് പ്ലാന്റ്സിലൊന്നും വെയിലൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഷോക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നേരെയാക്കണം. പിന്നെ കുറേ പണികളുണ്ട്. നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലാതിരുന്നതുകൊണ്ടും പിന്നെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ചെടികളും അതുപോലെ തന്നെ ഗ്രോ ബാഗിലുള്ള കുറേ തക്കാളി അങ്ങനെ കുറച്ച് നമ്മുടെ പച്ചക്കറികളും എല്ലാം തന്നെ പോയിട്ടുണ്ടായിരുന്നു, നശിച്ച്. അപ്പോൾ അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി മഴയൊക്കെ കൊള്ളുന്ന രീതിയിൽ വെക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ കുറച്ചധികം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 മണിച്ചെടിയൊക്കെ നിറയെ പൂവിട്ടൊക്കെ വന്ന് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മഴക്കാലമല്ലേ, അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഭംഗി അതങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടുന്നൊന്നുമില്ല.
ഉള്ളതൊക്കെ വെച്ച് ഞാൻ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെയിലി വന്ന് ഈ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയും ഉണ്ട് കേട്ടോ ഇതുപോലെ പോട്ടിൽ നമുക്ക് 10 മണിച്ചെടി നടാൻ വേണ്ടിയിട്ട്. ഇവിടെയുള്ള മിക്ക ചട്ടികളിലും ഇതിൻ്റെ വിത്തൊക്കെ ചാടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളച്ച് നിൽക്കുന്നുണ്ട്. അതെല്ലാം മണ്ണ് നിറച്ച് ഈ ഒരു പോട്ടൊക്കെ റെഡിയാക്കി അവിടെ ഫിക്സ് ചെയ്തതിന് ശേഷം നടണം എന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ബോൾസം ചെടിയൊക്കെ ആണെങ്കിലും അതേ മഴക്കാലം ആയതുകൊണ്ടാണ് എന്തോ പൂക്കളൊന്നും അങ്ങനെ അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊക്കെ ഞാൻ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ബാക്ക് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഇതേ ഇത്രയും നീളത്തിനും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നിറയെ ചട്ടിയും ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും ഒരു മെനയില്ല ഗൈസ്, മൊത്തത്തിൽ പോയിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറേ ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ നട്ടു വെച്ചേക്കുന്നത് അത്യാവശ്യം നല്ലപോലെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി ഫ്രണ്ടിലോട്ടൊക്കെ എടുത്തൊന്ന് മൊത്തത്തിലൊന്ന് ഭംഗിയായിട്ട് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ചീരയുടെ കുറേ വിത്ത് ഞാൻ ഇതിനകത്ത് കൊണ്ടുപോയിട്ടിട്ട് നിറയെ കിളുത്ത് വന്നായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ കുറച്ചേ ഉള്ളൂ, ആകെ ഹെൽത്തി ആയിട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും അത് മുഴുവനോ ചട്ടിയിൽ നിന്ന് ഞാൻ പറിച്ചിട്ട് ഗ്രോ ബാഗിൽ കൊണ്ടുവന്നിട്ട് ഇതേ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇലക്രൂസ് ആണോ അതോ നമ്മുടെ ക്യാബേജ് ഇല്ലേ അതാണോ എന്നറിയില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്നിങ്ങനെ വരുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും ഇപ്പോൾ ക്യാബേജായി വരും എന്നൊക്കെ വിചാരിച്ച് കുറേ ആയി നോക്കിയിരിക്കണോ. എനിക്ക് തോന്നുന്നു നമുക്കിവിടെ പണ്ടുണ്ടായിരുന്നതാണ് ഇലക്രൂസ്, അതായിരിക്കാം. അങ്ങനെയാണ് ഇലകളൊക്കെ നുള്ളി തോരനൊക്കെ വെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണു. നമുക്ക് നോക്കാം. പിന്നെ ഇത് വഴുതന കേട്ടോ, നിറയെ ഉണ്ടാവുന്നുണ്ട്. ഫസ്റ്റ് ഉണ്ടായ പൂവാണ് ഇത്. അതിൽ ചെറിയ കുഞ്ഞു വഴുതന ഞാനിപ്പോഴാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട്, അതിൻ്റെ പൂക്കളും കളറൊക്കെ കാണാൻ നല്ല രസമില്ലേ. അപ്പോൾ ഞാൻ വഴുതനയൊന്നും ഇതുവരെ അങ്ങനെ നട്ടിട്ടില്ല കേട്ടോ. ഇത് ഫസ്റ്റാണ്. അപ്പോൾ 2 തൈയാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ മൊത്തം മുളകും അതൊക്കെയാണ്. പിന്നെ തക്കാളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്. ഇഞ്ചിയൊക്കെ വെറുതെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മുളയൊക്കെ വന്നത് ഇതുപോലെ വലുതായി. ഇനി അതിനകത്തൊക്കെ നിറയെ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് വളമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ പുറകിൽ നമ്മൾ അലക്കുന്ന ഒരു സൈഡാണ് കേട്ടോ. അലക്കാനൊക്കെ വരുന്നത് ഇവിടെയാണ്. ആ ഒരു സൈഡിലോട്ട് വെച്ചേക്കുന്നതാണ്. 2-3 ചാക്കുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് മണ്ണൊക്കെ നിറച്ച് അങ്ങനെ നട്ടേക്കുന്ന കേട്ടോ. പിന്നെ എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മളൊരു 3 കോംബോ പാക്കിൽ വരുന്ന റോസ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഞാനത് അൺബോക്സ് ചെയ്യണതും നടുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് അതിൻ്റെ അപ്ഡേഷനൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. എന്താ കാണിക്കാത്തതെന്നോ. ഈ ഏരിയയിലോട്ടൊന്നും അങ്ങനെ വലിയ വരവൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതിങ്ങനെ വളർന്നങ്ങ് പോണ്ട്. എങ്ങോട്ടാണോ എനിക്ക് തന്നെ അറിയില്ല. എന്ത് നീളത്തിനാണെന്നറിയോ ഇത് വളർന്നേക്കണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പൂവുണ്ടാവുകയാണെങ്കിൽ അതൊന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ട് ആദ്യമൊക്കെ ഞാൻ വെട്ടിക്കളയുമായിരുന്നു കുറേയൊക്കെ. പിന്നെ ഇത് വളർന്ന് പന്തലിച്ച് നീണ്ട് പോകണ്ടിട്ട കേസ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക. ഇതിൽ 3 റോസയും അങ്ങനെ തന്നെയാണ് കേട്ടോ. മൊത്തത്തിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് പണി കിട്ടിയോന്നൊരു സംശയമുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ചെടികളൊക്കെ വാങ്ങുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ. അതുപോലെ നൈസായിട്ട് പണി കിട്ടിയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും പൂ ഉണ്ടാവട്ടെ, നമുക്ക് അപ്പം നോക്കാം. ഇപ്പം പിന്നെ കുറേ 10 മണികളൊക്കെ പോയെങ്കിലും മഴയൊക്കെ പെയ്തുകൊണ്ടാണെന്ന് തോന്നണു ഉള്ള ചെട്ടികളിൽ എല്ലാത്തിലും ഓരോ തൈകളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ പറിച്ച് ചെറിയ നമ്മുടെ പോട്ടുകൾ വെറുതെ ഇവിടെ ഇരിക്കുകയാണ്. അതിലൊക്കെ നട്ട് വീണ്ടും ആ ഒരു ഏരിയയിൽ ഫുൾ 10 മണി കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഈ ചെടികളൊക്കെ ഞാൻ നട്ടിട്ട് കുറച്ചായതേ ഉള്ളൂ കേട്ടോ. ഇനി അതൊക്കെ ഫ്രണ്ടിലേക്കോട്ടൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു ചാക്കിൽ നമ്മുടെ കറിവേപ്പാട്ടോ ഇരിക്കുന്നത്. അതങ്ങനെ തന്നെ അവിടെ തന്നെ വെച്ചേക്കുവാണ്. അധികം വെയിലോ മഴയോ ഒന്നും കൊള്ളാതെ മാറ്റി വെച്ചേക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഓരോ പണികൾക്കിടയിലാണ് നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ വീട്ടിൽ ചക്കയൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ, മൂത്തൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ചക്കപ്പഴം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ചക്ക സീസണൊക്കെ അങ്ങോട്ട് സെറ്റായി വരണേ ഉള്ളൂ. അതിൻ്റെ ഒരു ദരിദ്രം എന്നിലുണ്ടായിരുന്നു. എന്തായാലും അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടി. കുറച്ചൊക്കെ നമ്മൾ കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കിട്ടിയപ്പോൾ തന്നെ മേളിൽ ആ ഒരു പോർഷനൊക്കെ നല്ലപോലെ ഇങ്ങനെ മുറിച്ച് കളഞ്ഞിട്ടൊക്കെ ആയിരുന്നു തന്നെ. അതുകൊണ്ട് എനിക്കിത് ഇതുപോലെ പെട്ടെന്ന് നന്നാക്കി പ്ലേറ്റിലോട്ട് എടുത്തിടാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിരുന്നു. പണികളൊക്കെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതും പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു സമയം വരെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നന്നാക്കാനൊക്കെ അറിയാം. പക്ഷേ എത്രയൊക്കെ വെട്ടിയാലും എത്രയൊക്കെ ഇതാക്കിയാലും അതിനകത്തോട്ടൊന്ന് കുറേ മസിൽ പിടിക്കണം ഗൈസ്. അതിനുള്ള ശേഷിയില്ല. എന്തായാലും ഇതുപോലെ തന്നുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ചക്കപ്പഴമൊക്കെ നല്ലപോലെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. എന്നെപ്പോലെ ഈ ചക്ക, മാങ്ങ, തേങ്ങ, ഇതുപോലെ നെല്ലിക്ക ഇതൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കാണ് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം. ഇന്നത്തെ ഒരു ദിവസം അടിപൊളി. ഇതുപോലെ പഴുത്ത ചക്കയെ കിട്ടുകയെന്നുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. തീരുന്നത് അറിയേയില്ല. എത്ര കഴിച്ചാലും മതിയാവലുമില്ല കേട്ടോ. പക്ഷേ ഭയങ്കരമായിട്ട് പഴുത്ത അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല. ഈ ഒരു പാകത്തിലൊക്കെ ഇരിക്കുവാണെങ്കിൽ നല്ല മധുരത്തിൽ കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ്. ഇതിന് കുറച്ച് മധുരക്കുറവുണ്ടായിരുന്നെങ്കിലും എനിക്കതൊക്കെ ഓക്കെ കേട്ടോ. മധുരം ഭയങ്കരമായിട്ട് വേണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനിത് തുറന്നു വെച്ചുകൊണ്ടിരുന്നാലേ ഒരു മാക്രി കുഞ്ഞ് വരുമ്പോൾ അതിന് കൊടുക്കണം. ഞാൻ ഫോണിൽ വിളിച്ച്
പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ അതും ഒരു ചക്കക്കുതിയനാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ.